എന്താ ഒരു വല്ലാത്ത ചിരി? എന്ത് പറ്റി രണ്ടുപേർക്കും? ഹാപ്പി ക്രിസ്മസ് മൈ ഡിയർ ഏഞ്ചൽ. മേരി ക്രിസ്മസ്. എന്താ അത്? ഞങ്ങളുടെ ക്രിസ്മസ് ഗിഫ്റ്റ്. താങ്ക് യു ആനിമ. ഐ ലവ് യു. ഏഞ്ചൽ, എബി വരുമ്പോ ഞങ്ങൾ നിന്നെ വിളിക്കും. ഇതണിഞ്ഞു വേണം നീ ഇറങ്ങി വരാൻ. ഡോക്ടറെ വിളിക്കും. ലൈൻ കിട്ടുന്നില്ല. നീ വേഗം ഒരു ടാക്സി വിളിക്ക്. കം ഓൺ ഫാസ്റ്റ്. അനിമ, അയ്യോ കുരിശാല സാറേ, ഇതുവഴി പോവില്ല, ലിഫ്റ്റ് വഴി പോയാലോ? ഇതൊക്കെ ഒരു രസമല്ല ചേട്ടായി, ഞാനിപ്പോ വരാട്ടോ. നാട് റോഡിൽ നിന്നുള്ള അഭ്യാസം ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഏഞ്ചൽ, അനിമ, ഓ സർപ്രൈസ് ആണോ? ഞാൻ വന്നു. അനിമ, മേഴ്സിയമ്മ, സർപ്രൈസ് വേണ്ട, ഞാൻ വന്നു. ആനിമ, മസിമ, ഞാൻ കണ്ടുപിടിക്കും. ഏഞ്ചൽ, 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 അനിമ, ഏഞ്ചൽ എവിടെ? ഹേ, ശരിക്കും സർപ്രൈസ് ആണല്ലേ? അനിമ, എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ, വേഗം വാ. അനിമ, ഏഞ്ചൽ, ഒന്ന് പറ, ആരാ?
എബി വരുമ്പോ സർപ്രൈസ് തരാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് നടന്നതിന്റെയാ ഈ കാണുന്നത്. ഇയാളെന്താ ഇങ്ങനെ? മേഴ്സിമ എവിടെ? മേഴ്സിമ എവിടെ? മേഴ്സിമ Oh God! അവനാണ് സാറേ. വണ്ടിയിലോട്ട് കയറ്. എനിക്കൊന്നും അറിയില്ല. നിന്നെ സാറ് വിളിക്കണു. എണീറ്റ് വാ. സർ, എബി അവനൊരു പാവാണ് സർ. അവൻ പാവാണെന്ന് നിങ്ങൾ പറഞ്ഞ പോരല്ലോ, അത് ഞങ്ങൾ കൂടി ബോധ്യമുണ്ടേ. അതിനല്ലേ ഞങ്ങൾ അവനവിടെ കൊണ്ടുവന്നേ. എന്താ കാര്യമെന്ന് ചോദിച്ചറിയട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്തേ സർ? മിസ്റ്റർ സൈമൺ ഇപ്പൊ പൊക്കോളൂ. വിശേഷം വല്ലതും ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കാം, പോരെ? മിസ്റ്റർ സൈമൺ, ആ എബി നടന്ന എന്താണെന്ന് പറയാത്തോണ്ട് ഒന്ന് പൊട്ടിക്കേണ്ടി വന്നു സാർ. പൊട്ടിക്കാൻ എന്താടോ പടക്കോ? അതാ പോ. അനിയ, എന്താ അനിയ സംഭവിച്ചത്? ആ ഉള്ളത് പറ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സർ. അനിയൻ കാര്യം പറഞ്ഞാലല്ലേ അത് എനിക്ക് കൂടി മനസ്സിലാവുള്ളൂ. ശരി, ക്രിസ്മസിന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നത് എപ്പോഴാണെന്നാ പറഞ്ഞേ? ലാസ്റ്റ് ബോട്ടിന്. എന്തിന്? നാട്ടിൽ അനിയൻ ആരൊക്കെയുണ്ട്? പപ്പ മാത്രമേ ഉള്ളൂ. പപ്പയുടെ കൂടെ നിൽക്കാതെ നല്ലൊരു ക്രിസ്മസ് ആയിട്ട് തിടുക്കപ്പെട്ട് വരാനുള്ള കാരണം? അത് ഞാൻ പറ അനിയ. വരാൻ പറഞ്ഞിരുന്നു. ആര്? മസീമ. മസീമ എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്ത്രീയെ എങ്ങനെയാ നീ റേപ്പ് ചെയ്ത് കൊല്ലാൻ തോന്നിയത്? കഷ്ടം. ഞാൻ ചെയ്തിട്ടില്ല സാർ. ഞാൻ ചെയ്യില്ല സാർ. മസീമ എന്റെ അമ്മ തന്നെയായിരുന്നു സാർ. ഞാനല്ല സാർ. ഞാനല്ല സാർ. ഇതാപം തന്നെയെന്ന് നമ്മെ കണ്ണുകൊണ്ട് കണ്ടല്ലേ. ഡോണയും കണ്ടു. അവനാര മോൻ വന്ന അന്ന് എന്റെ വീട്ടിൽ വന്ന് ഡോണയെ ട്രാക്കിലാക്കാൻ ട്രൈ ചെയ്തവനാ. ഇതൊന്നും അല്ലാന്നേ. ആന്റി വേണോ ഏഞ്ചൽ വേണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ചുള്ളണെന്നാ കേട്ടെ. ഭാഗ്യവാൻ.
എനിക്ക് പാലസ് പോയിട്ട് ഒന്ന് സായിപ്പിനെ കാണാം. അയ്യോ സാറേ, എന്നെ കുത്തിക്കൊല്ലില്ല. എന്നിട്ട് പറയടാ. അത് നമ്മ പറഞ്ഞല്ലോ സാറേ, ആ ചെക്കനാണ് ശരിയല്ല. കേട്ടോ സാറേ, മുമ്പൊരിക്കലേ ആ ചത്തുപോയ പെണ്ണുണ്ടല്ല മേഴ്സി, അവളെയും ബൈക്കിലെടുത്ത് ഈ ചെക്കൻ എറണാകുളത്തോ മറ്റോ എന്തോ ഇടപാടിന് പോയച്ചും വരുമ്പോ നമ്മ ഒന്ന് ചോദിച്ചു പോയി. വേണ്ടേ സാറേ? നമ്മ അയൽവക്കത്ത് ജീവിക്കണവരല്ലേ. നമ്മ ഒന്ന് ചോദിച്ചതും ഈ ചെക്കൻ നമ്മുടെ പക്കട്ട് കയറി. ഓ, എന്തൊരടി ആ ദുഷ്ടൻ അടിച്ചേന്നാ. നാളൂറായി അവിടെ എന്തോ ഇടപാട് നടക്കണ്ട നമ്മ അറിയുന്നുണ്ട്. ചോദിക്കാനും പറയാനും നിന്നാ നമ്മ കുറ്റക്കാരാവും സാറേ. എന്തിനാ വെറുതെ ഇടങ്ങേറുണ്ടാക്കണ? മാന്യന്മാർക്ക് ഇവിടെ ജീവിക്കണ്ടേ സാറേ? പിന്നെ അപ്പോ എബി റോസ് വില്ലയിലേക്ക് കയറി പോകുന്നത് കണ്ടത് എത്ര മണിക്കെന്നാ നീ പറഞ്ഞ? 8 മണിക്ക്. നീ ഓടി ചോദിച്ചത് കേട്ടില്ലേ? 9:30. എടി, ഇവളെന്താടാ കള്ളം പറയുന്നേ? നീ പറയുന്നു 8 മണി, ഇവൾക്ക് 9:30. ഇനിയിപ്പോ നീയാണോ കള്ളം പറയുന്നേ? ഏതാ ശരി? അത് പിന്നെ 8 കഴിഞ്ഞാ 8:30 അല്ലേ? 8:30 കഴിഞ്ഞാ 9, 9 കഴിഞ്ഞാ പിന്നെ 9:30 പിന്നെ അത് കഴിഞ്ഞ പിന്നെ 10 ആവും, 10:30 ആവും. അപ്പോ 8 മണിക്ക് നീ ആരെ റോസ്പില്ലേ കണ്ടിട്ടുണ്ടല്ലോ, അതാരാ? സത്യമായിട്ട് നമ്മ ആരും കണ്ടിട്ടില്ല. പെട്ടുന്നിട്ട് അവന്റെ കൊണച്ച കോലുകളി. സത്യം പറഞ്ഞോ? മോങ്ങരുത്, സത്യം പറഞ്ഞോ, ഇല്ലെങ്കിലേ ചവിട്ടത്തെ ചുമരിൽ പടം വരയ്ക്കുന്നുണ്ട്. മാമാപ്പണി ചെയ്ത് ഇത് മാന്യമായി ജീവിക്കുന്ന പെമ്പിടയുടെ കുടുംബത്തിക്കാര് കളിച്ചു തുടങ്ങിയാടാ നായെ. റോസ്പില്ല കയറിയതേ ആരാണെന്ന് ഡോണ പറഞ്ഞു. അവന്റെ ജാതകം ഞാൻ എഴുതിക്കോളാം, ഹെൻറിയുടെ. എബി, പേടിയാണ് എനിക്ക്.
ഏഞ്ചലിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവളെ തനിച്ചാവരുത്. ഇവൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിച്ചത്, ഞങ്ങൾക്ക് വേണ്ടി ഇവളും. പക്ഷെ ഇപ്പോ ഇവളെ വിശ്വസിച്ചേൽപ്പിക്കാൻ വേറെ ആരുമില്ല. പരസ്പരം തുറന്നു പറയാതെ ഒരുപാട് ഇഷ്ടം നിങ്ങൾ ഉള്ളിൽ അടക്കി പിടിച്ച് നടക്കുകയാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് മാസിയാണ്. നിനക്ക് തരാൻ ഞങ്ങൾ കാത്തുവെച്ച ക്രിസ്മസ് ഗിഫ്റ്റ് ഇവളാണ് എബി, ഏഞ്ചൽ. നിന്ന് മഞ്ഞു കൊള്ളണ്ട, പെങ്ങന്മാരകത്തോട് ചെല്ല്. ഇവിടെ എന്താ പ്രശ്നം? ഞാൻ ഇടപെടണോ? എന്റെ മാതാവേ, ചെറുതാ പിന്നെ വരുന്നുണ്ട്. എന്നാലും എന്റെ ഇച്ഛായ പുലിക്കൂട്ടിലേക്കാണല്ലോ എന്നെ കൊണ്ടുവന്നാക്കിയത്. ഇച്ചിരി നാറ്റം അടിച്ചാലും കുഴപ്പമില്ല, ഞാൻ ഈ കമ്പനിയിൽ എങ്ങാനും കിടന്നോളാം. എന്നിട്ട് ഹെൻറി നിന്നെ വല്ലതും ചെയ്തോ? പിന്നെ പുളിക്കും എന്റെ ദേഹത്തെങ്ങാനും തൊട്ട. ഇന്നലെ തന്നെ അവന്റെ പുളിച്ചു വർത്താനം കേട്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വന്നാ. പിന്നെ ഞാനങ്ങ് വിട്ടു. ആ, അത് നന്നായി. അല്ലെങ്കിൽ നിന്നെ അവൻ ചീഞ്ഞ മത്തി കുഴഞ്ഞതുപോലെ ആക്കിയേനെ. പണ്ട് റോസ്വില്ലയിലെ ബേക്കറിയിൽ ഹെൽപ്പർ പണിക്ക് വിളിച്ചു നിർത്തിയ ഒരു തെണ്ടി ചെറുക്കനായി ഹെൻറി. പിന്നെ അവിടെ അവൻ വളർന്നത്. ഒടുക്കം ആ മേഴ്സിയോട് അവൻ എന്തോ വൃത്തികേട് കാണിച്ചു. അന്ന് അവിടുന്ന് ചവിട്ടി പുറത്താക്കിയതാ. ഇപ്പൊ ഇവിടുത്തെ നമ്പർ 1 ഗുണ്ടയാ. ഓടേ തമ്പുരാനെ പോലും പോവാക്കില്ല. ഞാൻ നീ പേടിക്കണ്ടാ, അവൻ നിന്റെ മേക്കിട്ട് കയറില്ല. എന്നെ അറിയാം ഹെൻറിക്ക്, പറഞ്ഞാ മതി. ആ പിന്നെ നീ ഇനി നടന്ന് കഷ്ടപ്പെടണ്ട. നിനക്ക് എന്റെ ബൈക്ക് വാങ്ങിച്ചു തരാൻ പോവാ. പുത്തന? അത്ര പുത്തനല്ല, എന്നാലും നല്ല കണ്ടീഷനാ. നിനക്ക് ഓടിക്കാനൊക്കെ അറിയാമല്ലോ അല്ലേ? പിന്നെ എന്നെ പഠിപ്പിച്ച പൗലസച്ചനാ. ചോദിച്ചു നോക്ക, പറപ്പിക്കും ഞാൻ. പിന്നെ ആരാണെന്നാണ് വിചാരം? എടാ നമ്മുടെ റോസ്മില്ലേക്ക് കയറി താമസാക്കി മുതലാണ് നമ്മുടെ മച്ചു. ഞാൻ വീണതറിഞ്ഞിട്ട് സന്തോഷിക്കാണല്ലേ? ശാപം കിട്ടൂട്ടോ. തന്നോട് ആരാ പറഞ്ഞ താഴേക്ക് വരാൻ? എത്ര മേളി പോയാലും സമ്മാനം വാങ്ങാൻ താഴെ വന്നേ പറ്റൂന്ന് പൗലോസച്ചൻ പറയാറുണ്ട്. അതെ, ഇച്ചിരി ചോറും കറിയും തരുമോ? ബൈക്കിൽ നിന്ന് വീണോണ്ട് തിന്നാൻ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. നല്ല വേദനയും നല്ല വിശപ്പും. ഇവിടെ ഒന്നും വെച്ചിട്ടില്ല, സോറി. കണ്ണി ചോര ഇല്ലാത്ത വർത്താനം പറയല്ലേ ഏഞ്ചലെ. എന്റെ കൈയും കാലും ഒന്നും ഉളുക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. മൂക്കിന് ഒരു കുഴപ്പമില്ല. ഇറച്ചിക്കറിയുടെ മണം എനിക്ക് കിട്ടിയില്ലോ. നന്നായി, തരാൻ മനസ്സില്ല. ചേച്ചി പോവാണല്ലോ. ഞാനിവിടെ പട്ടിണിടന്ന് മരിച്ചു പോയാൽ നാളെ നിങ്ങളെ പോലീസ് പിടിക്കും. ഇവക്കാരെ ഏഞ്ചൽ എന്ന് പേരിട്ടെ. കഷ്ടാണ് ഏഞ്ചൽ, പാവം. വിശന്നിട്ടല്ലേ? വിശക്കട്ടെ. നിനക്ക് എന്താ കുട്ടിയോട് ഇത്ര ദേഷ്യം? ഓഹോ, ഒരുപാട് സിമ്പതി ഒന്നും കാണിക്കല്ലേ. ഒരവസരം വന്ന അവനും ആ സ്വഭാവം കാണിക്കും.
ആണല്ലേ വർഗം. ഓരോ കഥകൾ ഉണ്ടാക്കി പറഞ്ഞ് നാണം കെടുത്താൻ ചാൻസ് നോക്കിയിരിക്കുന്നവരാ നമുക്ക് ചുറ്റും. അത് മറക്കണ്ട. എത്രയും വേഗം അവൻ ഇവിടുന്ന് മാറാൻ പ്രാർത്ഥിക്കുക. അതുവരെ പച്ചവെള്ളം കൊടുക്കരുത് അവന്. എന്നെ കൊല്ലാൻ വന്നവരായാലും സ്നേഹിച്ചിട്ടേ പോളൂന്ന് പൗലോസ് അച്ഛൻ പറയും. ആരാ കുട്ടിയുടെ പൗലോസ് അച്ഛൻ? വികാരി അച്ഛൻ രാജകുമാരി പള്ളിയിലെ. ഞങ്ങള് വലിയ കമ്പനിയാ. സത്യം പറഞ്ഞാൽ നാട്ടിലെ പള്ളി പണിയാനുള്ള പകുതിയോളം കാശ് കൊടുത്തത് എന്റെ ഡാഡിയാ. ആ ബഹുമാനം നാട്ടുകാർക്കുണ്ടേ. നാട്ടിലെ ഏറ്റവും വലിയ വീട് എന്റെയാ, ബത്ലഹേം. എന്റെ മമ്മിയിട്ട പേരാ. കൊള്ളാവോ? എനിക്ക് ഈ സൈമച്ചായന്റെ ചെമ്മീൻ കമ്പനി ജോലി ചെയ്തോ ഹോട്ടലിൽ ഗിറ്റാർ വായിച്ചോ കാശുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഡാഡിയുടെ കയ്യിൽ പൂത്ത കാശാണേ. പക്ഷേ ഞാൻ അതിന് തൊടുകയില്ല. സ്വന്തമായിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കുന്നതിന്റെ സുഖമൊന്ന് വേറെ അല്ലേ? ഏഞ്ചലെങ്ങാനും ഇപ്പൊ കയറി വരുമോ? നിങ്ങൾക്ക് വെറുതെ വഴക്ക് കേൾക്കണ്ട. ഏഞ്ചൽ വരാൻ ലേറ്റ് ആവും. ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ പോയിരിക്കാം അനിമയ്ക്കുള്ള മെഡിസിൻ വാങ്ങാൻ. ഈ ആനിമയ്ക്ക് ഒരു കുഴപ്പമില്ല. വെറുതെ മടി പിടിച്ചിരിക്കാനുള്ള ഓരോ അടവുകളും. മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നോ എബി, അതെടുക്കണ്ട. ഞങ്ങൾ പോലും അതിൽ ടച്ച് ചെയ്യുന്നത് ഏഞ്ചലിന് ഇഷ്ടമല്ല. അത് അവളുടെ ജീവനാ. റോസിന്റെ വയലിനാ ഏഞ്ചലിന്റെ മമ്മിയുടെ. ഹേ, ഇതൊന്നും ആരുടെയും സ്വന്തമല്ല. സ്വന്തമാക്കി വെക്കാനും കഴിയില്ല. മ്യൂസിക് അറിയുന്ന എല്ലാവർക്കും ഇത് സ്വന്തമാ. പൗലോസ് അച്ഛൻ പറയാറുണ്ട്, മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു മന്ത്രം മരുന്നുണ്ടെന്ന്. മരണത്തിൽ നിന്ന് പോലും നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സൂത്ര മരുന്ന്. ആ മന്ത്രത്തിൽ ഉപയോഗിക്കുന്ന മാജിക് സ്റ്റിക്കാണ് വയലിൻ. നോയിക്കോ, ആനിയമ്മയുടെ അസുഖം ഞാൻ മാറ്റാൻ പോവാ. നോക്കാം. അത് വെറുതെ ചീത്തയാക്കണ്ട. താങ്ക് യു, താങ്ക് യു. നൈസ്. സൈമൺ സീ ഫുഡ്സ്. സൈമൺ സാറോ? പിന്നല്ലാതെ, ഒറ്റയ്ക്ക് പോണ്ട, കൂടെ വരാന്ന് പുള്ളി പറഞ്ഞതാ. ഞാനാ പറഞ്ഞ വേണ്ടാന്ന്. ഈ അഡ്രസ് ഒക്കെ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ലേ? പിന്നെ നമ്മളൊക്കെ എന്നെ അതിന് ആണായിട്ട് ജനിച്ചത്. അതിനായും എനിക്ക് ഈ ലോഡ്ജും ഹോട്ടലും ഒന്നും പറ്റത്തില്ലാന്നേ. വീടാവുമ്പോ നമ്മുടെ ഇഷ്ടത്തിനാവാലോ. ചേച്ചിക്ക് എന്നെ ഇഷ്ടമായോ? ഇനി ഞാനുണ്ടാവും കുറെ നാള് നിങ്ങളുടെ കൂടെ. പാക്കേജ് ആണോ? ആ, അങ്ങനെയും പറയാം. പക്ഷെ എനിക്കും എടുക്കുമ്പോ ആ നിമിഷം ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. അതിപ്പോ നമ്മ തമ്മി റേറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓ, അതൊക്കെ നിങ്ങൾ സൈമച്ചാനായിട്ട് ആലോചിച്ച് തീരുമാനിച്ചോന്നേ. അല്ല, ഇങ്ങനെ ഒരു ചേട്ടൻ ഇവിടെ ഉള്ള കാര്യം ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. ഞാൻ അങ്കിളാണേ. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വന്നും പോയി. അല്ല, എന്റെ മുറി എവിടെയാ? ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട്. ഓ, ധൃതി വെക്കലേ എന്റെ മോനെ. പാക്കേജ് അല്ലേ, സമയമുണ്ട്. ഒച്ച കള്ള. ഏഞ്ചൽ, ഡിന്നർ എടുത്തു വെച്ചിട്ട് എത്ര നേരമായി? വാ.
നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ആ റാസ്കലിനെ പോലീസ് പൊക്കിക്കൊണ്ടു പോകുന്ന എനിക്ക് കാണണം. നീங்க വന്നേ, നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ട. വാ. റോസ്മില്ല, ഒന്ന് ഇറങ്ങി പോടാ. ഇന്നലെ കളിയാക്കി ഇറങ്ങണ റാസ്കൽ, നിനക്ക് എട്ടിയാ അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ ഏട്ടാ, ഈ ഓട്ടോക്കാര് പറ്റിച്ച പണിയാ. ഞാൻ ഈ റോസ്വില്ല അന്വേഷിച്ചു വന്നു. ദാ, ആ കാണുന്നത് റോസ്വില്ല. ഓ, ഈ ഓട്ടോക്കാരുടെ ഓരോ പരിപാടി. ആ വിട്ടോ മേലെ ഈ ഏരിയ കണ്ട അടിച്ചിന്റെ പോടാ വിശ്വാസേ. അവിടെ ഒന്നല്ല 3 ഉണ്ട്, കൊണ്ടുപോയി തിന്നെ. ആകെ പെട്ടെന്ന് പറഞ്ഞാ മതിയല്ലോ. റോസ്വില്ലിലേക്കാ പോണ്ടേ 100 വട്ടം ഞാൻ ആ ഓട്ടോക്കാരനോട് പറഞ്ഞ. അയാള് പറ്റിച്ച പണിയാ. വീട് മാറി കേറിന്നേ. എന്താ എന്താ കാര്യം? ഇവിടെ വന്നേ. ഞാനിവിടെ താമസിക്കാൻ വന്നതാ. സൈമച്ചാനെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ. ഇച്ചാൻ ഫോൺ ചെയ്ത് പറഞ്ഞില്ലായിരുന്നോ? ഇല്ലേ, ഇറങ്ങി പോവാനാ പറഞ്ഞേ. ഈ രാത്രി ഞാൻ അങ്ങോട്ട് പോവാനാ. എന്താ ഇവിടെ? കുട്ടിയാണോ ഫോൺ ചെയ്തത്? സർ, ഇയാൾ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നു. എന്താ നിന്റെ പ്രശ്നം? സാർ, ഞാൻ നീ ഏതാടാ? രാജകുമാരിയിലെ രാജകുമാരി. ഓരോ വിടക്കൾ ഇറങ്ങിക്കൂടും മനുഷ്യന് പണിയുണ്ടാക്കാൻ. ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങി കട്ട് ചെയ്യാം. വിസ്കിയും ബിയറും ഫുഡും വിളമ്പി നാട്ടുകാരെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. എന്നിട്ട് കേക്കിന്റെ കാശ് ചോദിക്കുമ്പോൾ മാത്രം എല്ലാവർക്കും എന്താ ഒരു ഡിലേ? 100 കുറ്റും. എന്താ അനിമ? വാട്ട് ഹാപ്പൻഡ്? സൈമൺ വന്നിരുന്നു. എന്തിന്? ഹലോ, ഞാൻ എബി, സൈമൺ സീ ഫുഡ്സിലെ സൈമച്ചായൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഇന്നലെ രാത്രി ഹലോ, പരിചയപ്പെട്ടില്ലല്ലോ. ഹലോ, ഇതെന്നെ പോകാന്നേ. ഞാൻ ഒന്ന് പറയണേ. ഒന്ന് കുഴപ്പമായോ? പിന്നെ സൈമണോട് നമ്മൾ നോ പറയണോ? ഇതിപ്പോ അയാളുടെ വീടാ. നിന്റെ ഡാഡി അയാൾക്ക് പണയം വെച്ച വീട്. നിനക്കതറിയാലോ. കാശ് ചോദിക്കാനും നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടാനും കാലം എത്രയായിട്ട് സൈമൺ വരാതിരുന്നത് അയാളൊരു ജെന്റിൽമാൻ ആയതുകൊണ്ടാ. നമ്മുടെ സിറ്റുവേഷൻ അറിയാവുന്നതുകൊണ്ടാ. ആ സൈമൺ വന്ന് നിർബന്ധിക്കുമ്പോ നോ പറയാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? Tell me, നിങ്ങൾക്ക് എന്താ? പുറത്തിറങ്ങി ആളുകളെ ഫേസ് ചെയ്യേണ്ടത് ഞാനാ. ആകെ അല്പം സ്വസ്ഥതയുള്ളത് ഈ വീട്ടില. അത് കളയാൻ ആര് പറഞ്ഞിട്ടായാലും അങ്ങനെ ഒരുത്തൻ ഇവിടെ വേണ്ട. ഞാൻ സമ്മതിക്കില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അനിമ, 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 ഡോക്ടറെ വിളിക്കാം.
മെന്റലി സ്ട്രെയിൻ ചെയ്തതിന്റെ നോക്കണ്ട, ഒരു അടി വെച്ചത് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഒരു 100 കൂട്ടം പണിയുള്ളപ്പോഴാ. അങ്കിൾ ആ താങ്ക് യു. ആ എന്നിട്ട് എവിടെ അയാളുടെ മുകളില് ഞാൻ കണ്ട് സംസാരിക്കണോ സൈമനോട്? വേണ്ട, അവനെ ഇവിടെ നിർക്കാൻ ഞാൻ മാത്രം മതി. വെറുതെ വേളത്തിനും നിൽക്കണ്ട. അങ്ങനെ ഒരു പോർഷൻ ഈ വീട്ടിൽ ഇല്ലാന്ന് കരുതിയാൽ മതി. എന്തിനും ഏതിനുള്ള നിന്റെ ഈ എടുത്തുചാട്ടമുണ്ടല്ലോ, അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. 3 പേരോടും കൂടെ പറയുന്നേ. എന്താ നിങ്ങളുടെ പ്ലാൻ? ഇങ്ങനെ അങ്ങ് ജീവിച്ചു തീർക്കാനാണോ? അതുപോരാ. എന്നോടൊരാൾ മെഴ്സിയെ കുറിച്ച് അന്വേഷിച്ചു. ഐ മീൻ എ മാരേജ് പ്രപ്പോസൽ. സാമുവലെങ്കിൽ പറയൂ, ആരാ? വൺ മിസ്റ്റർ ജസ്റ്റിൻ. ആളൊരു വിഡോവറാണ്. ഈ സെക്കൻഡ് മാരേജ് ആണെന്ന് വെച്ച് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. ആ ബന്ധത്തിൽ അയാൾക്ക് കുട്ടികളോ മറ്റ് ലയബിലിറ്റീസോ ഒന്നുമില്ല. കുറേ വർഷങ്ങളായിട്ട് എനിക്കറിയാം. മെഴ്സിയെ പള്ളി വെച്ച് അവർ കണ്ടിട്ടുണ്ട്. അവർക്ക് വേറെ ഡിമാൻഡ്സ് ഒന്നുമില്ല. ഇനി മെഴ്സിയുടെ സമ്മതമാണ്. സോറി അങ്കിൾ, ലീവ് മീ. മെസ്സിമ, നീ വെറുതെ ഇരി. മെസ്സിമ പ്ലീസ്. നോ ഏഞ്ചൽ, എൻ്റെ മാരേജ് കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആവോ? വരുന്നയാള് നിന്റെ പപ്പയെ പോലെ ഒരു ക്യാരക്ടർ ആണെങ്കിലോ? അതെല്ലാരും അങ്ങനെ ആവണമെന്നുണ്ടോ? ഐ നോ, ബട്ട് ഞാൻ ഇവിടുന്ന് പോയാ വയ്യാത്ത അനിമയെ കൊണ്ട് തനിച്ച് നീ എന്ത് ചെയ്യും? Let the bass play. Let the bass play. വന്ന വരവ് കണ്ട ചെക്കനാള് പുലിയാണ് കേട്ടാ. വായുധ ഇങ്ങനെ മസിൽ പിടിച്ചും ഡയലോഗ് അടിച്ചും കാലം കഴിക്കുകയുള്ളു. ഉറമ്പണിക്കാർ ചെക്കന്മാർ ഹോസ്പിറ്റലിലേക്ക് അർമാദിക്കണേ. ഇതെന്നെ ഇടപാടാ ചേട്ടാ ഈ കാണിക്കുന്നേ? മനുഷ്യനിപ്പോ വീണ് ചത്തേനല്ലോ. കുടുംബത്തോട്ട് അങ്ങ് തിരിച്ചു തന്നേക്കാന്ന് പറഞ്ഞാന്നോ കാലത്തെ വണ്ടി എടുത്തോണ്ട് പോന്നേ? എന്റെ മാതാവേ, മുട്ടാൻ നിക്കണ്ടടാ കൊച്ചെ. അലമ്പ് പാർട്ടീസാ, കണ്ടാലറിയാം. അല്ലേ? വിട്ടോണം, വിട്ടുപോയിക്കോണം റോസ്വില്ലെന്ന് ഇന്ന് തന്നെ. അതെന്റെ കളവാണ്. അവിടെ ഇറങ്ങി കളിക്കാൻ നിൽക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. മനസ്സിലായടാ? ഇല്ലെങ്കിൽ എന്നോട് ഇവിടെ നിന്ന് പോകാൻ പറ. ഇയാളാരാ? അത് സൈമച്ചായം പറയുമ്പോ ഞാൻ ഉള്ള ജീവൻ കായല് കളയാണ്ട കുടുംബത്തിൽ പോകാൻ നോക്കണം. പന്നിയുടെ മക്കളെ പൈക്കണ്ടൊക്കെ അവിടുന്ന്. ഓ, ഇതൊന്നും ഓർത്ത് വെറുതെ നിങ്ങൾ വിഷമിക്കേണ്ടെന്നേ. എനിക്കിതൊക്കെ ശീലമാണ്. പിന്നെ തല്ലും കൊണ്ടിരിക്കുമ്പോ തിന്നാൻ ഇതുപോലെ ആപ്പിള് കിട്ടാറില്ല എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. റെസ്റ്റ് എടുത്തോളൂ, സൈമൺ അങ്കിളിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. ഓ പിന്നെ, എന്നിട്ട് വേണം പുള്ളി ജില്ല വിട്ടു പോകാൻ. അങ്ങേരുടെ പേര് പറഞ്ഞപ്പോഴാണ് ആദ്യത്തെ ചവിട്ട് കിട്ടിയത്.
എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ താഴെ ഉണ്ടാവും. ഏഞ്ചൽ, ഞാൻ ഇവിടുന്ന് മാറിയാലോന്നാ. വെറുതെ എന്നാത്തിന് ഓരോരോ പ്രശ്നങ്ങള്. പേടിയുണ്ടോ? അതുകൊണ്ടല്ല, നിങ്ങൾക്ക് വെറുതെ. എബി ഇവിടുന്ന് മാറി താമസിച്ചതുകൊണ്ട് ഈ പ്രോബ്ലം ഒന്നും തീരുന്നില്ല. ഈ സിറ്റുവേഷനിൽ താൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി എന്നറിഞ്ഞാൽ ജയിക്കുന്നത് ഹെൻറി ആയിരിക്കും. കർത്താവ് തമ്പുരാൻ കുരിശേ കിടന്ന കിടപ്പ് നീ ഓർക്കുന്നുണ്ടോ? എന്നാ അതുപോലൊരു കുരിശേ നിന്നെ കിടത്ത് വന്നാ അവൾ ആ പറഞ്ഞു വെച്ചും പോയതിന്റെ അർത്ഥം. എന്റെ കൊച്ചെ, നമുക്ക് നല്ല അന്തസ്സുള്ള അടി നാട്ടിൽ നിന്ന് കിട്ടത്തില്ലയോടാ. ഇവിടെ വന്ന് കിടന്ന് കണ്ട കൊണ്ട തല്ലു കൊള്ളണോ? എടാ, അവളതൊക്കെ പറയും. അവക്ക് വരും ഡയലോഗ് സീനിലേ ഉള്ളൂ. സംഘടന സീനി നമ്മളാ. നീ നേരം കളയാതെ ഇവിടുന്ന് മാറാൻ നോക്ക്. ഇല്ലടാ ജോസേ, ഇനി ഏഞ്ചലും ഈ വീട്ടിലെ ആ പാവം ആന്റിമാരും ആരുടെ മുന്നിൽ തോക്കരുത്. എന്നതാ നിന്റെ മനസ്സിൽ? പ്രേമം. അപ്പൊ ഇവൻ ഏഞ്ചലിനോട് പ്രേമം തോന്നി തുടങ്ങിയിരിക്കുന്നു. കൊള്ളാം. ഇച്ചായ വിചാരിക്കണ പോലെ അതങ്ങനെ ഒരു ഇഷ്ടമല്ല ഇച്ചായ. എനിക്ക് അവളോട് സ്നേഹമാണോ ബഹുമാനമാണോ ആരാധനയാണോ അതൊന്നും എനിക്കറിയാൻ മേല. പക്ഷെ ഏഞ്ചൽ അടുത്ത് വരുമ്പോ, എന്നോട് മിണ്ടുമ്പോ, ചിരിക്കുമ്പോ എന്തോ ഒരു ഇത്. ഈ ഫീലാണ്ട യഥാർത്ഥ ലവ്. പരസ്പരം പ്രണയിക്കാൻ ദൈവം തരുന്ന സിഗ്നലാണത്. ഡിവൈൻ ലവ്. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് ഏഞ്ചൽ അറിയാൻ പാടില്ല ചായ. അറിഞ്ഞ മറ്റെല്ലാവരെയും പോലെ ഞാനും അവരെ കുറിച്ച് ചിന്തിച്ചെന്ന് അവർ വിചാരിച്ചാലോ? ആ വീട്ടിലെ സ്നേഹവും സ്വാതന്ത്ര്യവും നഷ്ടമാവരുത് എനിക്കൊരിക്കലും. പിന്നല്ലാതെ ദേഷ്യം വരുന്നില്ലയോ? നിനക്കിനി ഇങ്ങനെ ദേഷ്യം വരണ്ട. ഇനി വന്നാ തന്നെ ഈ കുപ്പിയല്ല തീർക്കാൻ വേണ്ട. അല്ല ഞാൻ എടാ ഏബിക്കുട്ട, ഞാൻ എന്താ എപ്പോഴും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്നത് എനിക്കറിയാവോ? അത് പെണ്ണ് കിട്ടാഞ്ഞിട്ട്. എനിക്കോ? പിന്നെ നിനക്ക് എന്തറിയാം? ഈ കൊച്ചിയിലെ സകല സുന്ദരിമാരുടെയും തന്തമാരും ആങ്ങളമാരും ഒരു കാലത്ത് ഈ സൈമന്റെ വീടിന് മുമ്പ് ക്യൂ നിൽക്കുകയായിരുന്നു. ക്യൂ. പിന്നെ ഇച്ചായന്റെ വീട് ബിവറേജസ് അല്ലയോ കാലത്തെ വന്ന് ക്യൂ നിൽക്കാൻ? പ്രണയം ഒരിക്കലും കൈവിട്ട് കളയരുത്. ആ നഷ്ടം പിന്നീട് ഒരിക്കലും നമുക്ക് നികത്താനാവില്ല. നിന്റെ ഏഞ്ചൽ, അവൾ നല്ല കുട്ടിയാ. ജീവിതത്തിൽ ദുരന്തങ്ങൾ മാത്രം അനുഭവിച്ചൊരു പാവം പെൺകുട്ടി. സത്യത്തിൽ എന്താ റോസുല്ലേ സംഭവിച്ചത്? അതൊരു കഥയാ. റോസിനെ പീറ്റർ വിവാഹം ചെയ്തതോടെയാണ് ആ വീട്ടിൽ ദുരന്തങ്ങൾ തുടങ്ങിയത്. ആദ്യം പീറ്ററിനോട് പിണങ്ങി ജൂഡ്സൺ, ആനിയുടെയും മേഴ്സിയുടെയും ബ്രദർ, അവൻ നാട് വിട്ടുപോയി. പിന്നീട് അവരുടെ ഡാഡി ഫിലിപ്സ് ആയപ്പോൾ മരിച്ചു. അതോടെ റോസ്വില്ലയുടെ ഭരണം മുഴുവൻ പീറ്ററിന്റെ കയ്യിലായി. അവനൊരു ഫ്രോഡായിരുന്നു, മൂക്കുടിയൻ. ആ സംഭവം നടന്ന ദിവസം ഏഞ്ചലിന്റെ 8ാമത്തെ മറ്റേ ബർത്ത്ഡേ ആയിരുന്നു. നീയും നിന്റെ മമ്മിയെ പോലെ എന്നെ ഡിസ്റ്റർബ് ചെയ്യണോ? Go inside. Rose! Rose! Hey, Rose! Damn it! This is too much. നിനക്കെന്താ വിളിച്ചാ വിളി കേട്ടൂടെ? What do you want? I want little water. കുടിച്ചത് മതി. ഇന്ന് ഇവിടെ ഒരു സെലിബ്രേഷൻ നടക്കുക. ഗസ്റ്റുകൾ വരും. പ്ലീസ് പീറ്റർ, ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യരുത്. I know my dear. ഏഞ്ചലിന്റെ ബർത്ത്ഡേ I know. ബട്ട് അതിനേക്കാൾ വലിയൊരു സെലിബ്രേഷനിലാണ് ഞാൻ. യുനോ, മേഴ്സിയുടെ മാരേജ് ഫിക്സ് ചെയ്തതിന്റെ.
Leave!